ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവിക കൽപ്പനകൾ പോലെയാണ് ചില ട്രംപിൻ്റെ പ്രസ്താവനകളെ കാണുന്നത്. അയാൾ പറഞ്ഞതുപോലെ ചെയ്യും എന്നവർ തട്ടിവിടുന്നുണ്ട്. അതിനവർ വ്യാപാര കരാറിനെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. സത്യത്തിൽ ട്രംപ് വ്യാപാര കരാർ ആർക്കാണ് ഏർപ്പെടുത്തിയത്? അയാൾ ഈ കരാറുകളെ ഒരു യുദ്ധതന്ത്രം പോലെ ഉപയോഗിക്കുകയായിരുന്നു ശരിക്കും. ഇക്കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യമായി എടുത്തു പറയേണ്ടത് കാനഡയാണ്. കാനഡ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആകണമെന്ന ട്രംപിൻ്റെ ആവശ്യം തള്ളിയത് കൊണ്ടാണ് അതിൻ്റെ മാനക്കേട് മറയ്ക്കാൻ അയാൾ 25% വ്യാപാര കരാർ ഏർപ്പെടുത്തിയത്. ഈ വ്യാപാര കരാറുകളൊന്നും ഏകപക്ഷീയമല്ലാത്തത് കൊണ്ട് കാനഡ 30% വ്യാപാര കരാർ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപിന് തിരിച്ചടി കൊടുത്തത്. പിന്നെ ഉള്ളത് മെക്സിക്കോ ആണ്. അമേരിക്കയിലേക്ക് ആളുകൾ മെക്സിക്കൻ വേലി വഴി കടന്നു വരാതിരിക്കാൻ അതിർത്തി മെക്സിക്കോ സൂക്ഷിക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. പകരം അമേരിക്കൻ അതിർത്തികൾ അമേരിക്കയാണ് സംരക്ഷിക്കേണ്ടത്. അത് മെക്സിക്കോയുടെ ഉത്തരവാദിത്തമല്ല എന്ന് നമ്മൾ ഓർക്കണം. ഈ ട്രംപ് പറഞ്ഞത് മെക്സിക്കോ അനുസരിക്കാഞ്ഞത് കൊണ്ടാണ് ട്രംപ് ഈ മെക്സിക്കോയ്ക്ക് 25% വ്യാപാര നികുതി ഏർപ്പെടുത്തിയത്. അതിനു പകരമായി മെക്സിക്കോയും 30% വ്യാപാര നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് തിരിച്ചടിച്ചു. മറ്റൊന്ന് ചൈനയാണ്. ചൈനയ്ക്ക് 10% വ്യാപാര നികുതിയാണ് ഇതേ ട്രംപ് തന്നെ ഏർപ്പെടുത്തിയത്. പകരം ചൈന 20% വ്യാപാര നികുതി ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്കയോട് മറുപടി പറഞ്ഞത്. ശരിക്കും ട്രംപ് നികുതി ഏർപ്പെടുത്തുന്ന ഈ രാജ്യങ്ങൾ അതിലും കൂടുതൽ നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപിന് തിരിച്ചടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യാപാര നികുതികൾ ഒരിക്കലും ഏകപക്ഷീയമല്ല. ഇനി ഇന്ത്യക്ക് 100% നികുതി ഏർപ്പെടുത്തുമെന്നാണ് ഈ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ 200% നികുതിയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ 500% ആക്കിക്കൊണ്ട് ഇതിന് മറ്റൊരടി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെയും ട്രംപാണ് സത്യത്തിൽ പരാജയപ്പെടുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊന്നും ഇന്ത്യയിൽ തീരെ വിൽക്കാതാവുകയും ചെയ്യും. സത്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വ്യാപാര കരാറിനെ തുരങ്കം വെച്ച് നികുതി കൂട്ടി പരസ്പരം കച്ചവടം പൊളിക്കാമെന്നല്ലാതെ ഇതിലൂടെ മറ്റെന്ത് ഗുണമാണ് ട്രംപ് നേടാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പറഞ്ഞ കാര്യമല്ലാതെ ഈ ട്രംപ് പറഞ്ഞ ഏതെങ്കിലും കാര്യം അയാൾ ചെയ്തിട്ടുണ്ടോ? പനാമ കനാൽ പിടിച്ചെടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ അയാൾ മെക്സിക്കൻ അതിർത്തിയിൽ വേലി കെട്ടുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു, അത് ചെയ്തിട്ടുണ്ടോ? കൂടാതെ കഴിഞ്ഞ മാസം ബന്ദികളെ മുഴുവനായി തന്നെ ഒറ്റ ദിവസം കൊണ്ട് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഗസയെ ചുട്ടു നരകമാക്കി കളയും എന്ന് ഈ ട്രംപ് വലിയ വീമ്പടിച്ചിരുന്നു. എന്നിട്ട് ഈ ഗസയെ ട്രംപ് നരകമാക്കി. അതിനുശേഷം അയാൾ പറഞ്ഞു ഗസക്കാരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒക്കെ നാട് കടത്തുമെന്ന്. അത് ചെയ്തിട്ടുണ്ടോ? അതല്ല ഗസ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇനി ഹൂത്തികളെ അടിച്ചൊതുക്കുമെന്ന് അയാൾ ആദ്യം തന്നെ പ്രസ്താവിച്ചിരുന്നു. ഹൂത്തികളെ അടിച്ചൊതുക്കിയോ? അതുകൂടാതെ ഇറാന്റെ ആണവായുധങ്ങളെല്ലാം തകർക്കാൻ വേണ്ടി ഇറാന്റെ അണുവ കേന്ദ്രങ്ങളെല്ലാം അടിച്ച് ഞങ്ങൾ പൊളിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചാണ് പ്രതിജ്ഞ ചെയ്തിരുന്നത്. എന്നിട്ട് അത് സംഭവിച്ചോ? ഇറാനെ ഒന്നും അവർ ചെയ്തിട്ടില്ല ഇതുവരെ. ഒന്നും വേണ്ട, ഉക്രൈനിൽ പോയി ഒരു മാന്യമായ ഒരു യുദ്ധക്കരാർ ഉണ്ടാക്കാൻ ഈ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ടോ? ഉക്രൈനെ റഷ്യയുടെ വായിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ വില കളയുകയാണ് ട്രംപ് ചെയ്തത്. അതല്ലാതെ ഇയാൾക്ക് മാന്യമായ ഒരു കരാർ ഉണ്ടാക്കി ഉക്രൈനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. ആകെ ഈ ട്രംപ് ചെയ്തത് അരി മേടിക്കാൻ വകയില്ലാതെ അമേരിക്കയിൽ പോയി കിടന്ന കുറെ പാവപ്പെട്ട ഇന്ത്യക്കാരെ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലയിട്ടിട്ട് വലിയ ഏതാണ്ട് ഭീകര കുറ്റകൃത്യം ചെയ്ത പോലെ വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്തു. ഇക്കാര്യം ഇതിലും അന്തസ്സായിട്ട് അറബ് രാജ്യങ്ങൾ ഇതാക്കാത്തെന്ന പേര് ചെയ്തിട്ടുണ്ട്. അന്ന് ആരും വിമർശിച്ചില്ല. കാരണം വളരെ അന്തസ്സായിട്ട് അറബ് രാജ്യങ്ങൾ ജോലി ചെയ്തിരുന്നവർ ഇവിടെ തിരിച്ചു വന്നു, ഒരു കുഴപ്പമില്ല. എന്നാൽ ഇന്ത്യ പോലെ ഏതാനും ചില അമേരിക്കയെ ഭയക്കുന്ന രാജ്യങ്ങൾ ഒഴിച്ചുള്ള മുഴുവൻ രാജ്യക്കാരും ഇപ്പോഴും അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ തന്നെ കഴിയുകയാണ്. അവരെ ആരും പിടിച്ച് കയറ്റി വിടുന്നുമില്ല. അവിടെയും സത്യത്തിൽ ട്രംപ് പരാജയം തന്നെയാണ്. ഈ നടക്കാത്ത കാര്യങ്ങൾ തള്ളിമറിച്ച ട്രംപിനെ കുറിച്ച് അമേരിക്ക അമ്മ വീടാണെന്ന് കരുതുന്ന കുറച്ച് മലയാളികളുണ്ട് നമ്മുടെ ഇടയിൽ. അവർ മാത്രം ട്രംപിന്റെ കേമത്തം പറഞ്ഞ് സ്വയം ആശ്വസിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പരിഹസിക്കപ്പെടുകയാണ് എന്ന് അവരറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റ് രാജ്യക്കാരെ പുറത്താക്കുന്ന ട്രംപിനെ 4 കൊല്ലത്തെ പ്രസിഡന്റ് വിസയോ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞാൽ അമേരിക്കക്കാർ തന്നെ ഇയാളെ പിടിച്ച് പുറത്താക്കും. പിന്നെ പഴയ കച്ചവടക്കാരനായി വീണ്ടും ഒരു അമേരിക്കക്കാരനായിട്ട് തന്നെ അയാൾക്ക് ജീവിക്കാൻ കഴിയും. തുടർന്ന് പുതിയ പ്രസിഡന്റ് വന്ന് ഇപ്പോൾ ട്രംപ് തിരുത്തിയ ഈ നിയമങ്ങളെല്ലാം പുനഃപ്രതിഷ്ഠിക്കും. അതോടെ ട്രംപ് കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം വീണ്ടും പഴയപടി തന്നെ ആവുകയും ചെയ്യും. ഈ ആൾക്കാരെല്ലാം വീണ്ടും അമേരിക്കയിലേക്ക് കയറും.
ഈ മെക്സിക്കൻ അതിർത്തി വഴി വീണ്ടും ആൾക്കാർ നുഴഞ്ഞു കയറും. ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഫാൻസിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തട്ടിവിട്ട് കാലം കഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ പുള്ളിക്കൊരു ഹീറോ ആകണം, എപ്പോഴും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. അതിനായി ഡെയിലി ഓരോരോ പ്രസ്താവനകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി വിറ്റ്കോഫ് ഖത്തറിൽ കിടന്ന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശ്രമിക്കുകയും അമേരിക്കയിൽ തന്നെ പ്രസിഡന്റിന്റെ ഓഫീസ് ഹമാസ് പ്രതിനിധികളെ വിളിച്ചു വരുത്തി രഹസ്യ ചർച്ച നടത്തുകയും ചെയ്യുന്ന അതേ സമയമാണ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ ഗസ മുഴുവൻ ചുട്ടരിക്കും, ഹമാസിന്റെ തലവന്മാരെ മുഴുവൻ കൊല്ലും, ഇനി ഒറ്റയൊരുത്തനെയും ബാക്കി വെച്ചേക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വീമ്പിളക്കുന്നത്. സത്യത്തിൽ ഈ വമ്പ് പറച്ചിൽ വെറും പത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് മുൻ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും. പ്രസിഡന്റ് അറിയാതെ പ്രസിഡന്റിന്റെ ഓഫീസിന്റെ പിന്നാമ്പുറത്തും ഖത്തറിലും ആരും ഹമാസുമായി ചർച്ചയ്ക്ക് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തന്നെയുമല്ല, ഹമാസിന്റെ പ്രതിനിധികൾ അമേരിക്കയിൽ എത്തുകയില്ല. അവരെല്ലാം ട്രംപ് തന്നെ വിളിച്ചു വരുത്തിയാണ്, ട്രംപിന്റെ ഓഫീസ് വിളിച്ചു വരുത്തിയതാണ്. ഈ ട്രംപിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ട്രംപ് തന്നെയാണ്. ട്രംപ് അറിയാതെ ഒരിക്കലും ഇവരാരും അമേരിക്കയിൽ എത്തില്ല എന്നുള്ളതാണ് വസ്തുത. ട്രംപ് പറയുന്നത് ബന്ദികളെ ഇപ്പോൾ തന്നില്ലെങ്കിൽ ഗസയിൽ ഹമാസിലെ ആരെയും വെച്ചേക്കില്ല എന്നൊക്കെയാണ്. അതുപോലെ ഹമാസ് ഗസ വിടാൻ ഇത് ഞാൻ അവസാന അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്, അതുകൊണ്ട് എല്ലാ ഹമാസ് നേതാക്കളും സ്റ്റാൻഡ് വിട്ട് പുറത്തു പോകണം, ബസ് സ്റ്റാൻഡിൽ കിടക്കരുത്, വഴിയിൽ നിന്നും ആളെ കയറ്റരുത്, ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ അടിച്ചങ്ങ് വിടുകയാണ് പുള്ളി. ഇതൊക്കെ ആരെങ്കിലും കേൾക്കൂ? ട്രംപ് ഈ പറഞ്ഞ ഉടനെ തന്നെ ഹമാസ് ഇക്കാര്യം തള്ളിക്കളഞ്ഞു. ഇനി 2 ട്രംപ് വന്ന് പറഞ്ഞാൽ പോലും 2ാം ഘട്ട കരാറിൽ ഒപ്പുവെക്കാതെ ബന്ദികളെ തരില്ല എന്നുള്ള ആദ്യത്തെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് ഇപ്പോഴും. സത്യത്തിൽ ഹമാസിനെ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ ധൈര്യം നൽകുന്നത് ട്രംപ് ഒരിക്കലും ഗസയെ ആക്രമിക്കാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ്. അഥവാ ഈ ട്രംപും നെതന്യാഹു എല്ലാം കൂടി ഗസയെ ആക്രമിച്ചാൽ പോലും ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ട്രംപിന് നന്നായിട്ടറിയാം. 1.5 കൊല്ലം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഗസയെ ഉഴുതുമറിച്ചിട്ടും ഹമാസ് വളരുകയാണ് ചെയ്തത്. ആ ഹമാസിനോടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന് നിങ്ങളെ എല്ലാവരെയും ചുട്ടുകളയും, നിങ്ങൾ മര്യാദയ്ക്ക് വന്നില്ല, നിങ്ങളെ ഒറ്റയൊരുത്തനെ വെച്ചേക്കില്ല എന്നൊക്കെ ട്രംപ് വീമ്പിളക്കുന്നത്. ട്രംപ് ഗസയെ ആക്രമിക്കില്ല എന്ന് പറയുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അമേരിക്കയ്ക്ക് നേരിട്ട് ഗസയിൽ വന്ന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടി അവർക്ക് ഒരു സ്ഥലവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇസ്രായേലിൽ നിന്ന് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനം മുഴുവനായും ഇവിടെ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും. അത് അസാധ്യമാണ്. തന്നെയുമല്ല, അടുത്തും അകലെയും നിന്നുള്ള ശത്രുക്കളെ ഇസ്രായേലിൽ നിന്ന് മാത്രം ഒരേ സമയം നേരിടാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും കഴിയില്ല. അഥവാ അമേരിക്ക അങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ അതൊരിക്കലും അമേരിക്കയ്ക്ക് സുരക്ഷിതമായ ഒരു ഇടപാടല്ല. പിന്നെ ഉള്ളത് ചെങ്കടലിലെ യുദ്ധക്കപ്പലിൽ നിന്നും ഹൂത്തികളെ ആക്രമിച്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ഗസയിൽ വന്ന കുറേ ബോംബിട്ട് പോകാവുന്നത് മാത്രമാണ്. അതിന് ബോംബിടാൻ ഗസയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? കുറേ കരിങ്കല്ലിനകത്ത് കൊണ്ട് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് കൂടാരങ്ങളെ കൊണ്ട് കുറേ ബോംബിട്ടിട്ട് എന്താ ഗുണമായിരിക്കുന്നത്? അതിനും ചില തടസ്സങ്ങളുണ്ട്. ഈ യുദ്ധക്കപ്പൽ, ചെങ്കടലുണ്ടായിരുന്ന യുദ്ധക്കപ്പൽ ഹൂത്തികളെ ഭയന്ന് ഇപ്പോൾ ചെങ്കടലിൽ നിന്നും മാറ്റിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ഈ ഏതൻ കടലിടുക്കിലോ അങ്ങാണ്ട് കൊണ്ടിട്ടിരിക്കുകയാണ്. ആ കപ്പൽ എങ്ങാനും കണ്ടാൽ ഈ ഹൂത്തികൾ അടിച്ച് നിരപ്പാക്കി കളയും. അത് അമേരിക്കയ്ക്ക് ശരിക്കറിയാം. അതുകൊണ്ട് പേടിച്ചിട്ട് അങ്ങ് ദൂരെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കപ്പലുകൾ ചെങ്കടലിൽ കിടന്ന് ഗസയെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് ഹൂത്തികൾ ബാക്കിയാക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അവർ പലതവണ ഈ കപ്പലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതാണ്. ഈ കപ്പലിനെ ഇങ്ങനെ ആക്രമിച്ചതിൻ്റെ കലിപ്പ് തീരാഞ്ഞിട്ടാണ് അവസാനം ഈ ട്രംപ് ഹൂത്തികളെ ഭീകര സംഘടന എന്ന് ലേബലടിച്ച് മാറ്റിവെച്ചത്. അതുകൊണ്ട് എന്നാ പ്രയോജനം? ഇസ്രായേൽ ഇപ്പോഴും ഹൂത്തികളുടെ മിസൈലിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. എപ്പോൾ ഇസ്രായേൽ എന്ന് അനങ്ങിയാൽ പോലും ഈ ഹൂത്തികൾ അവർക്കെതിരായിട്ട് മിസൈൽ അയക്കും. തന്നെയുമല്ല, ഈ ഹൂത്തികളെ ഭീകര സംഘടന എന്ന് പറഞ്ഞ് അമേരിക്ക ഒരു ലേബൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഹൂത്തികൾ അമേരിക്കയ്ക്ക് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. വിസ എടുത്ത് ഈ നല്ല രീതിയിൽ നല്ല വെള്ളയായിട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് അവർക്ക് അതിലും താല്പര്യമില്ല, ബോധവും മാർക്കില്ല. അതുകൊണ്ട് അമേരിക്ക ഇനി ചെകുത്താനാന്ന് വിളിച്ചാൽ പോലും അമ്മമാർക്കത് പ്രശ്നമല്ല. അന്നേരമാണ് ഇത്തരം സംഘടനകളെ അമേരിക്ക ഈ ഭീകര സംഘടന എന്ന് അവർക്ക് വലിയൊരു സംഭവം ഭീകര സംഘടന എന്ന് ഇങ്ങോട്ട് പേരിടുക. ഹമാസിനൊക്കെ അങ്ങനെ വിളിക്കുന്നത് ഭീകര സംഘടന എന്ന് വിളിക്കുക. അല്ല, അങ്ങനെ വിളിച്ചിട്ട് എന്താ പ്രയോജനം? ഭീകര സംഘടന എന്ന് വിളിച്ചാൽ അവരുടെ ഭീകരതയാവുമോ? ഇല്ലല്ലോ. അമേരിക്ക വലിയ ഭീകരതയല്ലേ ചെയ്യുന്നത്. ഇനി ഗസയെ അമേരിക്ക ആക്രമിക്കില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അമേരിക്കക്കുള്ള ഭീഷണി എന്ന് വെച്ചാൽ ഗസയിൽ തിരിച്ചെത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായ സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ
ഇനി അമേരിക്ക പോയൊരു ബോംബിട്ടാൽ അമേരിക്കയ്ക്ക് പിന്നെ ലോകത്ത് ഒരിക്കലും മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ മനുഷ്യാവകാശം പറയാൻ അവകാശം ഉണ്ടാവില്ല. അതായത് തലപൊക്കി നിൽക്കാൻ കഴിയില്ല എന്നർത്ഥം. ലോകത്ത് എവിടെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാലും അവിടെ എല്ലാം ഇടപെടുന്നത് ഈ അമേരിക്ക തന്നെയാണ്. അമേരിക്ക പോയിട്ട് ഈ പാവം പെണ്ണുങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം ബോംബിട്ട് കൊന്നിട്ട് അങ്ങോട്ട് പോയി മനുഷ്യാവകാശം പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒറ്റയ്ക്ക് നിന്ന് ശക്തമായി അമേരിക്കയ്ക്കെതിരായിട്ട് പ്രശ്നമുണ്ടാക്കും. ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയ്ക്കെതിരായിട്ട് നിൽക്കും. ആ ഒരു ഭയം അമേരിക്കയ്ക്ക് ശരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അമേരിക്ക ആ സാഹസത്തിന് മുതിരില്ല. ഈ ഗസയിൽ കൊണ്ടുപോയി ഇസ്രായേൽ ബോംബിടുന്നതും അമേരിക്ക ബോംബിടുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഒരിക്കലും നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടാത്തത്. ഇസ്രായേൽ ഗസയിൽ ബോംബിട്ട് കുറേ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ അമേരിക്കയുണ്ട്. എന്നാൽ അമേരിക്ക കൊണ്ട് ഗസയിൽ ബോംബിട്ടാൽ അമേരിക്കയ്ക്കെതിരായിട്ട് ചോദ്യം വരുമ്പോൾ ആരതിനെ ന്യായീകരിക്കാൻ കഴിയും? അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം. തന്നെയുമല്ല, ഗസയെ എങ്ങനെ ആക്രമിക്കാൻ ഈ ട്രംപിനെ പോലെ അമേരിക്കൻ സെനറ്റിലുള്ള അംഗങ്ങൾ വെറും വിഡ്ഢികളല്ല. അവരനുവദിക്കില്ല. അവരുടെ കൂടെ പെർമിഷൻ ഇല്ലാതെ ഇക്കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ട്രംപ് ഗസയെ ആക്രമിക്കാൻ നിൽക്കില്ല. ചുമ്മാ ഇങ്ങനെ വാഞ്ഞ വഴിക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കളയുമ്പോൾ ആഴ്ച വരം തട്ടും. 2 ആഴ്ച മുമ്പ് ഒരു തട്ട് കെട്ടി ഞാനിപ്പോൾ ഗസയെ നരകമാക്കും. അപ്പോൾ ആൾക്കാരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന നരകമൊന്നും ആകാൻ വേണ്ടി കാത്തിരുന്നു. അതങ്ങ് പോയി. എന്ത് ചെയ്യാൻ? അതിനുശേഷം വീണ്ടും അയാൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആകുമ്പോൾ പുള്ളി വീണ്ടും അടുത്തടിച്ചിരിക്കുകയാണ്. എന്ത് കാര്യം? ഒരു പ്രയോജനമില്ല. സത്യത്തിൽ ഈ ഹമാസിനെയും ഹൂത്തികളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് അവർക്ക് ആയുധം വരുന്ന വഴി, അതായത് ഇറാൻ്റെ കോറിഡോർ അടച്ചിടാൻ ഈ ട്രംപ് പുടിൻ്റെ സഹായം തേടുന്നത്. അതിന് പുടിൻ്റെ മറുപടി ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ട്രംപ് പ്രസിഡൻ്റായുള്ള അമേരിക്കൻ സ്ഥാനാരോഹണം റഷ്യയെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് പുടിൻ്റെ തന്നെ ഒരു പ്രതിനിധി പറയുന്നത്. അതിനർത്ഥം പുടിന് ട്രംപിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ്. ഈ ട്രംപിന് മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി റഷ്യയുടെ സഹായം വേണം. അതിനുവേണ്ടിയാണ് അയാൾ അടുത്ത് കൂടിയിരിക്കുന്നത് എന്ന് പുടിന് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് അയാൾ ഒരിക്കലും ഈ കൂട്ടുകെട്ടിൽ പെടില്ല. അയാൾക്ക് ആവശ്യം അയാളുടെ അയൽവാസികളുമായ മധ്യേഷ്യക്കാർ തന്നെയാണ്. ഈ പുടിൻ ആയുധങ്ങൾ വിൽക്കുന്നത് മധ്യേഷ്യയിലാണ്, അറബികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഏഷ്യയിലുള്ളവരെ ഈ പുടിൻ പിണക്കാൻ നിൽക്കില്ല. ഇനി അഥവാ അമേരിക്ക ഗസയിൽ വന്ന് ആക്രമിച്ചാലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇസ്രായേലികൾ തന്നെയാണ്. അവർ വീണ്ടും ബങ്കറുകളിലേക്ക് ഒളിച്ചിരിക്കേണ്ടി വരും. കാരണം തൊട്ടപ്പുറത്ത് യുദ്ധസജ്ജമായി അവരെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരാരും കൈകെട്ടി നോക്കിയിരിക്കില്ല. അമേരിക്കയാണ് അടിക്കുന്നത്, അതുകൊണ്ട് നമ്മളാരും തിരിച്ചടിക്കണ്ട എന്ന് പറഞ്ഞ് ഇവരാരും മിണ്ടാതിരിക്കില്ല. അവരൊക്കെ അതിശക്തമായി പോരാടും. ഈ അങ്ങോട്ടാണ് പോരാടുന്നത്. അവർക്ക് ഇസ്രായേലിനെല്ലാം വേറെ അങ്ങോട്ട് അടിക്കാൻ പറ്റും. ഇസ്രായേലിനെ അടിച്ച് നിരപ്പാക്കി കളയും ഇവരെല്ലാം കൂടെ. എത്ര അമേരിക്കൻ പ്രതിരോധ സംവിധാനം ഇസ്രായേലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഒരിക്കലും ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, ഇസ്രായേലിൻ്റെ സകല പ്രതിരോധ സംവിധാനം അവർ അടിച്ചു കളഞ്ഞു. സത്യത്തിൽ ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ചില ഭീഷണികൾ മുടക്കുന്നത് അവർ ബന്ദികളെ ചുളിവിൽ തിരിച്ചെടുക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടാണ്. ബന്ദികളെ വേണമെങ്കിൽ 2ാം ഘട്ട കരാർ തുടങ്ങണമെന്ന് ഹമാസ് പറയുന്നത് ഇവർ അനുസരിക്കേണ്ടി വരും. ഹമാസ് പറയുന്ന ഇതേ വഴിക്ക് തന്നെ ഇസ്രായേൽ വരുന്നു എന്നുള്ള ചില സൂചനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട്. 2ാം ഘട്ട കരാറിന് ഇസ്രായേൽ തയ്യാറാവുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തായിട്ടില്ല. ഇനി കൈമാറാനുള്ള 59 ബന്ദികളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന 24 ബന്ദികൾ ഉൾപ്പെടെ ഈ 59 പേരുടെയും കൈമാറ്റമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിലും രസകരമായ ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന എന്താ വെച്ചാൽ, ചീഞ്ഞളഞ്ഞ ശവങ്ങൾ വെച്ചുകൊണ്ട് വിലപേശുന്ന ഹമാസ് മാനസിക രോഗമുള്ളവരാണ് എന്നൊരു ഡയലോഗാണ്. ഇതൊരു യുദ്ധമല്ലേ ട്രംപേ? ചില കണക്കുകളൊക്കെ കാണിക്കേണ്ടി വരില്ലേ? ഇസ്രായേലിൽ ചീഞ്ഞളഞ്ഞ മൃതദേഹങ്ങൾ തിരികെ ചോദിക്കുന്നത് ഞങ്ങൾ മുഴുവൻ ബന്ദികളെയും പിടിച്ചു വാങ്ങി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഹമാസിന് മുന്നിൽ തോറ്റു തൊപ്പിയിട്ടു എന്ന് നാണക്കേട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വരുന്ന തലമുറകൾ വരെ ഈ നെതന്യാഹുവിൻ്റെ തന്തയ്ക്ക് വിളിക്കും എന്നുള്ള ഒരൊറ്റ ഭയം കൊണ്ടാണ് ഇവർക്കിപ്പോൾ ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരികെ വേണമെന്ന് പറയുന്നത്. എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് ഈ മൃതദേഹങ്ങൾ കൂടി അവർ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇത്രയധികം ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ ഞങ്ങൾ വരച്ച വരയിൽ നിർത്തിയത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അവർ ഓരോ ബന്ദികൾക്കും 200-ലധികം തടവുകാരെ വെച്ച് കൈപ്പറ്റിക്കൊണ്ടാണ് ഇരുന്നത്. അത് ലോകത്തെ ഒരു കരാറിലും ഇങ്ങനത്തെ ഒരു ഇടപാട് നടന്നിട്ടില്ല. ശരിക്കും ഹമാസ് വരച്ച വരയിൽ തന്നെയാണ് ഇപ്പോഴും ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നിൽക്കുന്നത്. പിന്നെ
അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഈ ട്രംപ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ തട്ടുകൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അതൊന്നും വലിയ കാര്യമാക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.